ഒരു വൈറൽ സാൻഡ്വിച്ച് ഓടിക്കൊണ്ടിരുന്നുണ്ടായിരുന്നില്ലേ? ആ ഒരു ഫീലിംഗ് വെച്ചിട്ട് നമുക്ക് സമൂസ ഷീറ്റിലൊരു ഐറ്റം തയ്യാറാക്കിയെടുത്താലോ? നമുക്ക് എണ്ണയിൽ മുക്കി പൊരിച്ചുണ്ടാക്കുന്ന സ്നാക്ക് കഴിക്കുന്ന ആ ഒരു കുറ്റബോധം തോന്നുമില്ല. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. 100 ഗ്രാം ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് എല്ലില്ലാത്ത ചിക്കൻ കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് ആവിയിലാണല്ലോ നമ്മൾ ആ ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടയായാലും ചിക്കനായാലും ഒക്കെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 3 വലിയ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് കേട്ടോ, വറ്റൽമുളക് എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് ഒരുപാട് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഇതാ ഒരു തട്ടിൽ ഫുള്ളായിട്ട് ചിക്കനും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിന് എടുക്കുക കേട്ടോ ചിക്കനൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം ചിക്കൻ്റെ തട്ട് താഴെ വെച്ച് കൊടുത്തു. പിന്നെ ഈ ഒരു എഗ്ഗിൻ്റെ തട്ടും വെച്ച് കൊടുത്തു. ഒരു 10 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. ചിക്കൻ വേവോ എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ 10 മിനിറ്റ് കൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറിയ പീസായിട്ടാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനും നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ അല്ലാത്ത ഐറ്റംസൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കത് സോസാക്കി എടുക്കാം. അപ്പോൾ അതാ മുട്ട എടുക്കാം. മുട്ട 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഒന്നിൽ നിന്ന് കുറച്ച് മാറിയിട്ട് അടുത്ത ആ ഒരു കുഴിയിലേക്ക് ചാടിയിട്ടാണ്. അതാണ് കേട്ടോ 3 എണ്ണം ആക്കി എടുക്കുന്നത്. പിന്നെ അതാ 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, കാശ്മീരി ചില്ലിയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഗാർലിക്, സ്ലൈസ്ഡ് ചീസ്, ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, അതേമാതിരി ഒരു 2 നുള്ള് ഉപ്പ്, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 2 ടേബിൾ സ്പൂൺ തൈര്, ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ക്യാപ്സിക്കം, വെല്ലുള്ളി, ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ക്യാബേജൊക്കെ വേണമെങ്കിൽ അതെടുക്കാം. അതിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ അടിച്ചെടുത്തിട്ടുള്ള ഈ സോസ് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാല് നമുക്ക് ഇത് എത്രത്തോളം തിക്നെസ് വേണം അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇത്രയും ആയി കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം ഞാൻ വലിയ 1ൻ്റെ പകുതിയും ചെറിയൊരു സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും ഒന്ന് അങ്ങനെയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സമൂസ ഷീറ്റാണ്. അത് ഒരു ഷീറ്റ് നമുക്ക് 3 ആയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഷീറ്റ് ഒരുമിച്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ മൈദയുടെ സ്ലറി വേണം. എന്നിട്ട് നമുക്കിത് ഓരോ പീസിലും 4 ഭാഗത്തായിട്ട് മൈദയുടെ ആ ഒരു സ്ലറി ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഫില്ലിങ് മതി കേട്ടോ. കുറച്ച് ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കോണാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക ആദ്യം. എന്നിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഇങ്ങനെ ഹോൾ വരാത്ത രീതിയിൽ പരസ്പരം ഒന്ന് ഒട്ടിക്കിട്ടുന്ന രീതിയിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമുക്കൊരു മോമോസ് പോലെ ആട്ടോ. മോമോസിൻ്റെ ഫില്ലിങ്ങൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോഴും നമുക്കൊരു മോമോസ് കഴിക്കുന്ന ഒരു ഫീല് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ കഴിച്ചിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് നമുക്കിത് ആവിക്ക് വേവിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ സ്റ്റീമറിൽ. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് ആവിക്ക് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് എണ്ണയിൽ മുക്കി പൊരിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു കുറ്റബോധം ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്കിത് ചൂടോട് കൂടി അല്ലെങ്കിൽ ഒന്ന് തണുത്തതിന് ശേഷമൊക്കെ നമുക്ക് തക്കാളി സോസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിച്ചാൽ കിടിലൻ ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു ഫില്ലിങ് കുറച്ച് ബാക്കിയുള്ളത് ഞാൻ കുറച്ച് ബ്രെഡിൽ ടോസ്റ്റ് ചെയ്തിട്ടും അങ്ങനെയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ചിട്ട് ഒന്ന് ബട്ടറിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്